ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ബാല്യകാലത്തിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വന്ന കേട്ടോ. മീനച്ചിലാറ്റിലൊക്കെ ഒന്ന് ചാടി തുള്ളി മാറിഞ്ഞ് നിങ്ങൾ കാണണം കേട്ടോ. എന്താണേലും നമ്മൾ കാണണം. പിന്നെ നമ്മുടെ വിശേഷങ്ങള്, നമ്മുടെ കുറച്ച് കാര്യങ്ങള് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാചകങ്ങളും എല്ലാം ഉണ്ട്. ബാല്യകാലത്തിൽ പോയപ്പോഴത്തേക്കോ എൻ്റെ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ. ഇപ്പൊ ഒക്കെ എന്ത് രസം. ഇപ്പൊ അതിൻ്റെതായ രസങ്ങളുണ്ടല്ലേ. പോട്ടെ, എത്രയൊക്കെ രസങ്ങൾ മതി. കുറെ രസിച്ചല്ലേ നമ്മളൊക്കെ അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് രസിക്കുന്നു, അവർക്കൊരു മൊബൈലും ഉണ്ട്, ഇതുകൊണ്ട് അതുകൊണ്ട് ഇതുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളതൊന്നും അല്ലായിരുന്നല്ലേ. നമ്മൾ ചട്ടിയും കലവും എല്ലാം വെച്ച് കളിച്ചു എന്ത് രസമായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ ബാല്യകാലത്തിലോട്ടൊക്കെ പോയി. നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം നോക്കിക്കോ നിങ്ങൾ. ഇന്നലെ നോക്കിക്കേ, ഇന്നലെ കണ്ട വെള്ളം ഇവിടം വരെ കണ്ടോ. ഇവിടം വരെയായി. എല്ലാവരും വെള്ളം കാണാൻ വന്ന് നിൽക്കുവാണ്. നോക്കിക്കേ, ഫുള്ള് നമ്മൾ ഇന്നലെ കണ്ടത് എവിടെ കിടന്ന വെള്ളം നോക്കിക്കേ. അവിടെ കിടന്ന അതാ വലയിട്ടേക്കുന്നുണ്ടോ. നമ്മുടെ വാതുക്കേന്ന് തന്നെ നമ്മുടെ അതാ പുള്ളിത് വലയെടുക്കുന്നു കണ്ടോ. ഇഷ്ടംമാതിരി മീനുണ്ട്. പക്ഷെ നമ്മുടെ ആ വലയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വെറുതെ ഇട്ടാക്കാൻ മതിയായിരുന്നു അല്ലേ. അല്ല, ഇതൊന്ന് എടുത്തിടാം. വേറെ ഒന്നല്ല, ഇറങ്ങുമെന്നൊന്നും. ഈ തെങ്ങ കെട്ടിയിട്ടെ ഇങ്ങനെ ഇട്ട. പക്ഷെ അങ്ങ് പുള്ളിയുടെ കിടക്കുന്നതുകൊണ്ടേ കണ്ട നിറച്ചു മീന. ഇവിടെ പെട്ടയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടം വരെ ആയി. ഞങ്ങളങ്ങനെ നോക്കുമായിരുന്നു. ഇവിടം വരെ നല്ല വരവാട്ടോ വെള്ളം. പുള്ളിതേ മീനെയൊക്കെ വീണ്ടും അരണ്ടൊക്കെ പറഞ്ഞു. പുല്ലെന്നെന്താ മീനിന് പേരെന്ന് കേട്ടോ. അതിൻ്റെ പേരതാട്ടോ, അല്ലാണ്ട് അത് ബാഡ് വേർഡ്സ് ഒന്നല്ല കേട്ടോ. അതേലുണ്ട് കണ്ടോ, അനങ്ങുന്നുണ്ടോ. ആ ഒരു ഇതേൽ ഉള്ളത് കൊണ്ട് അത് അതിൻ്റെ പൊങ്ങ് പോലൊരു സാധനമുണ്ട് വലയിൽ കണ്ടോ. അത് കിടന്നനങ്ങുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ദാ ഒരു വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരിക്കാനുണ്ട്. ഞാനും ചേട്ടനും കൂടി ഇട്ട് വെച്ചാണ്. മോൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോയി. അവൻ ഇനി വ്യാഴാഴ്ച വരും. അവന് പ്രാന്താ വെള്ളം എന്ന് പറഞ്ഞാൽ. മീനെങ്ങനെ പിടിക്കുന്നതൊക്കെ ചേച്ചിക്കാണെങ്കിൽ അതിലും വലിയ പ്രാന്ത്, എനിക്ക് അതിലും വലിയ പ്രാന്ത്. നോക്കിക്കേ, ഓരോ നേരവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ എവിടം വരെ ആയെന്നൊക്കെ നോക്കി. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നോക്കിക്കേ, ഇതൊക്കെ തന്നെയല്ലേ ജോലിയല്ലേ. ഇത് തന്നെ ഭാഗ്യല്ലേ. അപ്പോൾ ഇതാ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയോ വലിയ അറിയുന്ന പോലും ഇല്ല കേട്ടോ. എന്നാണോ ചെടിക്കിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ അച്ഛനും മോനും കൂടെ പോവാണ് വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി. ഇതിൻ്റെ ഇത് കൊടുക്കാനല്ലേ ഏട്ടാ, സെറാമിക് അല്ലേ, ഗ്രാഫൈൻ കോട്ടിങ്ങിന് വേണ്ടി. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ, രണ്ടാമത്തെ വർഷമാണ്. ആ 5 വർഷത്തെ വാറണ്ടി ആയിരുന്നു കേട്ടോ ഗ്രാഫൈൻ കോട്ടിങ്ങിന്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമായി. അപ്പം നല്ലൊരു സമയം. അതായാലും വെള്ളവും കയറി കിടക്കുമല്ലേ. അപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ ദാ അവർ പോകാൻ പോന്നു. തിരിച്ചൊന്നിച്ച് സ്കൂട്ടറെ വരാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ടാറ്റ. സൂക്ഷിച്ച് പതുക്കെ പോട്ടോ. പതുക്കെ പോ, കീയൊക്കെ അടിച്ച പതുക്കെ പോ. ഓക്കേ. അപ്പോഴേ നമ്മുടെ മീനച്ചിലാറ്റി വെള്ളം കയറി. എൻ്റെ രൂപം കണ്ടാലും ഞെട്ടല് ഞാൻ കുളിക്കാൻ പോവാം. അപ്പൊ ബാ, നമുക്ക് വെള്ളത്തിലിറങ്ങാം. പതുക്കെ പോരെ. എൻ്റെ ഡ്രസ്സ് ചീത്ത ഡ്രസ്സ് ഞാൻ ഇട്ടാ, ചീഞ്ഞ നൈറ്റ് കേട്ടോ. ഇതെല്ലാവരും പഴയതെടുത്തിട്ട് ഇവിടെ മുഴുവൻ എന്നാന്ന് വെച്ചാൽ എന്താ ഉന്താണ്. അപ്പൊ അതേ കയറി നല്ല ഉടുപ്പേ കയറി പിടിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല, നല്ല നൈറ്റേല്. അപ്പൊ നമ്മുടെ ചെരുപ്പ് ഇവിടെ കിടക്കട്ടെ. ചെരുപ്പ് ഇവിടെ കിടന്നോട്ടെ. കണ്ട, ഇതാണ് നമ്മുടെ വല. എല്ലാവരും പേടിയായിരിക്കും. എല്ലാവർക്കും പേടിയുണ്ടോ? പേടിക്കണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല കേട്ടോ. നമ്മുടെ വല നമുക്ക് പൊക്കി വെക്കാവേ. ഇതാണ് നമ്മുടെ വല. ഇതിനകത്തൊന്നുമില്ല. ഇതിങ്ങനെ ലേറായിട്ട് അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നോക്കിക്കേ, ഒരു വകയും കയറി. നമുക്ക് ഇച്ചിരി കൂടെ നീ
പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു തടുത്തു. ഞാൻ പോവാടെ. നീന്തുന്നുണ്ടോ നിങ്ങൾ? പുതിയ ആൾക്കാർക്കൊന്നും നീന്തറിയത്തില്ലല്ലോ. എനിക്കറിയാം നീന്ത. അങ്ങോട്ടും നീന്തുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്കൊക്കെ പേടി വരും. എൻ്റെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മ ഷൂട്ട് ചെയ്ത് ചേട്ടൻ വീടില്ല. ചേട്ടൻ പോയ റക്കത്തിലാണ് എനിക്ക് ഇറങ്ങിയത്. ഒരു കാറും കൊണ്ട് പോയില്ലേ, അന്നേരമാണ് ഇറങ്ങിയത്. അല്ല എന്ത് രസം. നമ്മൾ പറഞ്ഞ കഴുന്നില്ലേ, കഴുന്ന ചിലപ്പോ എന്നെ കടിച്ചോണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് പറയാൻ പറ്റുമല്ലോ, ഞാൻ കയറി വരുമ്പോ നോക്കട്ടെ എല്ലാം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇവിടം വരെ ഉള്ളു കേട്ടോ, ഇനി അങ്ങോട്ട് നിലയില്ല. ഇത്രേ ഉള്ളു ഉണ്ടോ, ഇനി പോകുന്നില്ല കേട്ടോ, ഇത്രേ ഉള്ളു. നമ്മുടെ വല ശരിക്കും അപ്പൊ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇനി വെള്ളം കയറി വരുമ്പോ ഞാൻ ഫുള്ളാക്കി അവിടെ എല്ലാം ഇറങ്ങുമ്പോ കാണിച്ചു തരാം. അപ്പൊ മോനിത് കാണുമ്പോ സഹിക്കത്തില്ല കേട്ടോ, മോന് ഭയങ്കര. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ആയിരുന്നെന്ന് അറിയാമോ പിള്ളേരെ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടമായിരുന്നേ. അതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് ചേട്ടനും മോനും കൂടെ അങ്ങോട്ട് പോയി. മൂത്തയാൾ ഓഫീസിലും പോയി. പിന്നെ ഞാൻ എന്റെ ലീലാവിലാസങ്ങളെല്ലാം ചെയ്തു. അമ്മയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. മീനച്ചിലാറ്റിലിറങ്ങി. അവിടെ ഇറങ്ങി ഒന്ന് നീന്തി തുടിച്ച് പഴയ ബാല്യകാല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് നീന്തി കേട്ടോ. നിങ്ങളെ കാണിക്കണ്ടേ? നമ്മുടെ വീടിന്റെ വാതുക്ക വരെ വെള്ളം വന്ന് കിടക്കുമ്പോ നിങ്ങളെ കാണിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ വീഡിയോ ഒന്ന് പിടിച്ചതാ, ഞാനൊന്ന് നീന്തട്ടെ, എന്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് കാണിക്കട്ടെ. അങ്ങനെ അമ്മ വന്ന് അതൊക്കെ പിടിച്ചു തന്നു. പിടിച്ചെല്ലാം തന്ന അമ്മ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ അമ്മ കാണിച്ചിട്ടുണ്ട്. അല്ല, അമ്മ രാവിലെ ഞാൻ കാണിച്ചായിരുന്നു. വരുന്നെങ്കിൽ വാ. അമ്മ രാവിലെ കാണിച്ചില്ല, ആറിന്റെ അടക്കം നിന്ന് വലിയ ആളെ പോലെ വെള്ളമൊക്കെ നോക്കി നിൽക്കുന്നത്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലേ പൊന്നെ, എന്നിട്ടും വെള്ളത്തിന്റെ ഒന്നും അറിയത്തില്ല. ഇന്നലെ പറഞ്ഞേ ഓ ഇന്നത്തേക്ക് ഇറങ്ങുന്നേ ആ പറയുവാണെ പിറ്റേ ദിവസം അങ്ങ് കയറിപ്പോയി. എല്ലാ വർഷവും ഉള്ളതാ നമ്മുടെ അമ്മ. പിന്നെ ഞങ്ങള് രാവിലെ പുല്ലനെയൊക്കെ വാങ്ങിച്ചു. വീണ്ടും നല്ല ഇപ്പൊ വിലയൊന്നുമില്ല പുല്ലന് കേട്ടോ, ഇഷ്ടമാതിരി ആയില്ലേ. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഒരു വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ, നീന്തിയപ്പോ കാണിച്ചിട്ടുണ്ടല്ലോ. ഒന്നും ഉറക്കി, പക്ഷെ ഇന്നലെ ഇടണമായിരുന്നു, പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. മോനെ ജലദോഷമായിരുന്നു. അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ച അവനും കൂടെ ഇറങ്ങും. അവനാണെ തുള്ളി നിൽക്കുക എങ്ങനെ ഇറങ്ങാന്. വേണ്ട, അമ്മമാർ ഒതുങ്ങുവാണ് പ്രശ്നമില്ലല്ലോ. അമ്മമാരല്ലേ ഒതുങ്ങണ്ടേ മുതുക്കി കളവുകൾ. അപ്പം നമ്മൾ ഒതുങ്ങിയപ്പോ അവൻ പറഞ്ഞു, എന്നാൽ നാളെ അമ്മയൊക്കെ വെള്ളം കീഴും ഇച്ചൂടാകത്തല്ലേ അമ്മേ? അമ്പനാ ഇച്ചൂടാകത്തുള്ളൂ. അതുപോലെ ഇച്ചൂടായ വെള്ളം മീനൊന്നും കിട്ടത്തില്ല, ആ വരവിനെ കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മളൊന്ന് ബാല്യകാലത്തിലോട്ടൊക്കെ പോയി തിരിച്ചു കയറി വന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ജോലികൾ തീർക്കണ്ടേ. അപ്പൊ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി, നമ്മുടെ ജീന പറയുന്നല്ല സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് അടച്ചിട്ടു. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് നമ്മുടെ ഒരു നല്ല സ്പോഞ്ച് പോലത്തെ ഒരു ലിസായോ അങ്ങനെ ഒരു മീനുണ്ട്, ചെമ്പല്ലി പോലത്തെ. അതിനെ ഞാൻ ഓർത്ത ഇതുവരെ ഞാൻ പച്ചക്ക് വെച്ചിട്ട് ഒരെണ്ണം എടുത്ത് ചേട്ടന് പച്ചക്ക് വെക്കാം. വറുക്കാൻ പെരട്ടിയും വെച്ചു. അതിനെ എടുത്തോണ്ട് വരട്ടെ. അതിനെ കഷ്ണിച്ച് വെച്ചേക്കുവാണ്, തേങ്ങ അരച്ച. അപ്പം നമ്മുടെ ശ്രീദേവി ഇല്ലേ, അവളും വന്നു മീൻ മേടിക്കാൻ. പിന്നെ അവളോട് വിളിച്ചു വെച്ചു, നീ അങ്ങനെ. അവള് ഇങ്ങോട്ട് വിളിച്ചു, കാറും കൊണ്ട് അങ്ങോട്ട് പോകുന്നതിന്. മോനും ചേട്ടനും കൂടെ കാറ് സിറാമിക്ക് ഇത് കോട്ടിങ്ങിന് പോയപ്പോ പുള്ളിക്കാര് വിചാരിച്ചെന്നാന്നറിയാം, വെള്ളം കയറി പോകുന്ന. അവൾ ഇച്ചിരി അങ്ങോട്ട് മാറിയില്ലേ. പിന്നെ ജിജിയേ കാവ് കൊണ്ട് ഇടുവാണോടീന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലടി ഇത് ഇന്നേന് കൊണ്ടുപോയതാ, പിന്നെ 2-3 ദിവസം വേണല്ലോ, അതുകൊണ്ട് അവിടെ കിടക്കും. നിനക്കറിയാലോ നമുക്ക് വെള്ളം കയറുവാണോ നമുക്ക് അങ്ങോട്ട് കൊണ്ട് ഇടാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ അടി മീൻ വെക്കുന്നതെന്ന് ചോദിച്ചു. അവള് വേറൊരു വെറൈറ്റി പറഞ്ഞു. അത് വെക്കുന്ന പോലെയാണ് ഞാനും ഏകദേശമൊക്കെ വെക്കുന്നത്. പിന്നെ അപ്പൊ ഇനി ഇതും കൂടെ നമുക്ക് അടുപ്പത്തോട്ടാക്കാം അല്ലേ. ബാക്കിയെല്ലാം ആയാലും പുളിശ്ശേരി ഉണ്ട്, മീൻകറിയായി, മെഴുക്കോരട്ടിയായി, മീൻ വറക്കാനുണ്ട്. മതിയില്ലേ? ഇപ്പം മീൻചട്ടി എടുത്തോണ്ട് വരട്ടെ. അപ്പം നമ്മുടെ
മീൻകറി നമുക്ക് സെറ്റാക്കിയേക്കാം. ജീനയെ ഞാൻ ഇങ്ങോട്ടെടുത്ത് വാടകയ്ക്ക് ജീനയുടെ സെറ്റ് കേട്ടോ, സെറ്റാക്കി നമ്മളങ്ങോട്ട് ഇതാ നമ്മുടെ അരപ്പും എല്ലാം ചേർത്ത്. ചേട്ടനൊക്കെ വന്നോണ്ട് തോന്നുന്നു കേട്ടോ. അവനെ അങ്ങോട്ട് വെക്കട്ടെ, നോക്കട്ടെ. ചേട്ടനൊക്കെ വന്നു കേട്ടോ. നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആവുന്നു കേട്ടോ. മീൻ വറക്കാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മെഴുക്കുവരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മീൻകറിയിലോട്ടെ ശക്കലം കൂടെ നമ്മുടെ കറിവേപ്പില ശരിയായി വരുന്നുണ്ട് കേട്ടോ. അന്ന് ശരിയായി വരുന്നതുകൊണ്ട് ശകലം കൂടി ഇട്ട് കൊടുത്ത്, വെച്ചപ്പോഴും ഇട്ട് കൊടുത്തു, ശകലം കൂടി ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ചാറിരുന്നു കേട്ടോ. നമുക്ക് ചോറിനകത്ത് ചേട്ടൻ ചോറ് ഇങ്ങനെ ഒഴിച്ചു കൂട്ടുന്ന ഇഷ്ടമാണ്. അപ്പം അത് നിൽക്കട്ടെ. മെഴുക്കുവരട്ടി ഒന്ന് അടച്ചിരുന്നില്ല, ഇച്ചിരി നേരം കുഴഞ്ഞു പോകുന്നുണ്ട്. മെഴുക്കുവരട്ടി അങ്ങ് തുറന്നിട്ട് തന്നെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മീൻകറി ഇപ്പോൾ ഓക്കെ ആവും. എന്നിട്ട് നമുക്ക് കാത്തു വെക്കാം. നമ്മുടെ പയറൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇതുണ്ട് ചെരിഞ്ഞ് നിൽക്കുന്നു നമ്മുടെ കറിവേപ്പ്. അവനെ ശരിയാകത്തില്ല ഇങ്ങനെ നിർത്തിയാൽ. അപ്പം നമുക്കൊരു പാരെടുത്ത് റെഡിയാക്കട്ടെ. അപ്പം നമ്മുടെ കറിവേപ്പിന് അതിനൊക്കെ കുത്തി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഉച്ചവരെയുള്ള പണിയെല്ലാം കഴിഞ്ഞപ്പം കുറേ മാങ്ങ തിന്നാൻ കൊതി വന്നേ. ഇതുവരെ കൊതി തീർന്നില്ല. എത്ര കിട്ടിയാലും നമുക്ക് മാങ്ങ തിന്നാം. പക്ഷേ ഒത്തിരി തിന്നാം നമുക്ക് വയറിന് പിടിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. പിന്നെ വയറും നിറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് മാത്രമാണ് തിന്നാത്തത് കേട്ടോ. വയറ് നിറഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റുമോ അല്ലേ? അപ്പം നമുക്കിതിനെയൊക്കെ ഒന്ന് ചെത്തിയൊക്കെ തിന്നാം. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ വലിയൊരു പണി കഴിഞ്ഞു. വയറ് വീർത്തു. കുറേ മാങ്ങ തിന്നു ഇഷ്ടംമാതിരി. ഒരു വയറ്റിൽ കൊള്ളുന്നതല്ലേ തിന്നാൻ പറ്റുമോ? പക്ഷേ അതിലപ്പുറം തിന്നു. ശ്വാസം വിടാൻ മേലാത്ത രീതിയായിപ്പോയി. ഇന്നലെ ഞാനും മൂത്ത ചേച്ചിയും കൂടെ പാവം രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ മാങ്ങ ചെത്തി തിന്ന് മാങ്ങാണ്ടി സൂക്ഷിച്ച് മാറ്റി വെച്ച്. അതേലെ ദശയൊന്നും എടുത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ ആ ദശയെല്ലാം മാങ്ങാണ്ടിയൊന്നും ചെത്തിയല്ല അല്ലേ. ഇപ്പൊ പുജ്ഞം ഇത്രയും മാങ്ങയുള്ളതുകൊണ്ട് മാങ്ങാണ്ടിയെല്ലാം ദശയൊന്നും എടുക്കാൻ മാറ്റും. പക്ഷേ ആ എടുത്തെല്ലാം തീർന്നപ്പോൾ മാങ്ങാണ്ടിയും രണ്ടുപേരും കൂടി ഇരുന്നു ദശയെല്ലാം കടിച്ച് പറിച്ച് തിന്നു. ഒരു കൂട്ടുകൂടെ എന്ത് രസം മാങ്ങ തിന്നാനല്ലേ. ഇപ്പം ഞാൻ അരിഞ്ഞെല്ലാം വെച്ചപ്പോൾ ഞാനും ചേട്ടനും, അമ്മ നേരത്തെ ഒരു 11 മണിയാകുമ്പോൾ അമ്മ ഒരു മാങ്ങ ചെത്തി തിന്നു. ഞാനും ചേട്ടനും കൊച്ചും കൂടെ, കൊച്ചിന് അവധിയാണല്ലോ, ആവിനും കൂടെ കൊടുത്തു. മാങ്ങ തിന്നു. ഞാൻ ലാസ്റ്റ് മാങ്ങാണ്ടി ചേട്ടനോട് തൊടരുത്, അതവിടെ ഇരുന്നോട്ടെ കളയണ്ടെന്ന് പറഞ്ഞു. എന്നാ അതും എല്ലാം തിന്നു കഴിഞ്ഞ് മാങ്ങാണ്ടി ഇരുന്ന് മൊത്തം അതും തിന്ന് ആറ്റിക്കൊണ്ട് മാങ്ങ പിന്നെ അകത്തിലോട്ട് കളഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പ്ലാസ്റ്റിക്കൊന്നും നമ്മൾ കളയല്ലോ, കാരണം ഭയങ്കര ഇതാണ് പ്ലാസ്റ്റിക്. നമ്മളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ ആൾക്കാർ വരുമല്ലോ. അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ? 60 രൂപയാണോ? ഇവിടെ 60 രൂപ എല്ലാ മാസവും പ്ലാസ്റ്റിക് എടുത്തോണ്ട് പോകുന്നതിന്. പിന്നെ മാങ്ങ ഒക്കെ അലുത്ത് പോകുന്നതല്ലേ, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു, വയറ് നിറച്ചു. ഇപ്പോൾ ഒരു 11 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ 11:30 കഴിഞ്ഞു. അന്നേരം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞാൻ ബാല്യകാലത്തിലോട്ടൊക്കെ പോയി. എന്ത് രസമായിരുന്നേ. കൂട്ടും കൂടെ വേണം നമ്മൾ ആറ്റിലൊക്കെ ഇറങ്ങാനല്ലേ. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോയുടെ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കമൻ്റൊക്കെ രാത്രിയിലായിരിക്കും ഇരുന്ന് നോക്കുന്നത്. പിന്നെ അങ്ങ് വിട്ടു നോക്കട്ടെ. ഞാൻ കമൻ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തരാവേ. പെട്ടെന്ന് നോക്കുമ്പോൾ കമൻ്റ് ആരുടെയെങ്കിലും കാണുവാണെങ്കിൽ തരാം കേട്ടോ. നോക്കട്ടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒത്തിരി കമൻ്റ് കിടപ്പ്. സനിത ടിജോയാന്ന് തോന്നുന്നു, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈവ് എന്നും പറഞ്ഞൊരെണ്ണം വരുമല്ലോ, അത് അതിൻ്റെ പേരെന്താണെന്നറിയില്ല. അങ്ങനെ ആ ലൈവ് നമ്മൾ ആ ചാനലിൽ കുത്തുമ്പം വരുന്നത്. പുള്ളിക്കാരി പറഞ്ഞേക്കാണ്, കഴിഞ്ഞ ദിവസം ഞാൻ നൂൽപ്പൊറോട്ട ഉണ്ടാക്കിയില്ലേ, അപ്പോൾ പറയാം ചുമ്മാ എന്തിനാ അച്ചി പറയുന്നത്, അത് എന്നാ മൈദാദോശയല്ലേ. എൻ്റെ പൊന്ന് ചക്കര, എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു താത്ത, ഒരു 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 നല്ലൊരു താത്തയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത കാര്യം അത്. എനിക്കും ചെയ്താൽ ശരിയാവുമെന്ന് ഓർത്ത് ഞാൻ ചെയ്ത എന്നെ ചേച്ചിയും ചെയ്തു. സൂപ്പറാട്ടോ. വൈകിട്ടൊക്കെ ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പൊറോട്ട. അങ്ങനത്തെ പൊറോട്ട, അല്ലാണ്ട് അടിച്ചും പരത്തിയുള്ള പൊറോട്ട അല്ല കേട്ടോ. അത് സത്യമാണെങ്കിൽ വിശ്വസിക്കുക. തമാശ പറഞ്ഞാൽ തോന്നിട്ട് ചിരിക്കുന്ന ഒരു ഇമോജിയൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ശരിക്കും ഉണ്ടാക്കിയതാ കേട്ടോ. നമുക്ക് എന്തിനാ നമ്മൾ നുണ പറയുന്നത്? നുണയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ചക്കരെ. പിന്നെ ഒത്തിരി ആൾക്കാരിച്ചിട്ട് ചേച്ചി ചേട്ടൻ എപ്പോഴും ചേച്ചിക്ക് സപ്പോർട്ടാണെന്നല്ലേ. എൻ്റെ പൊന്നു മോളെ, എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ചേട്ടൻ്റെ സപ്പോർട്ടാണ്.
അല്ലെങ്കിൽ നമുക്കൊരു രക്ഷയില്ല അല്ലേ. ആരെന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ എന്നെ അറിയാം. അതുകൊണ്ട് പിന്നുണ്ടല്ലോ നമുക്ക് ഇപ്പം മറ്റുള്ളവർ ചിലപ്പം എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് വിചാരിച്ചു. നമ്മളെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്താണേലും നമ്മളെ ചീത്ത പറയുമോ എന്താണേലും പറയാമെന്ന് വിചാരിച്ചു. അവൾ അങ്ങനത്തെ അവൾ ഇങ്ങനത്തെ അവൾ അതുവഴി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്നെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ചേട്ടൻ എന്നെ അറിയാവേ. അപ്പം ചേട്ടൻ എപ്പോഴും എന്നോട് പറയും, ഞാനിങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറയുമോ കഷ്ടമുണ്ടല്ലേ അവരെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചേട്ടൻ അപ്പോൾ പറയുന്നത് എന്നാണെന്നറിയാം, അവനവൻ്റെ ഭർത്താക്കന്മാർക്ക് അവനവൻ്റെ ഭാര്യമാരെ അറിയാം ഏത് വിധത്തിലുള്ള. ഞാൻ സൗദിയിൽ ഇരിക്കുമ്പോഴും നീ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എന്നോട് ആരെന്തൊക്കെ വന്നു പറഞ്ഞാലും നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചിരിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. കാരണം നിന്നെ എനിക്കറിയാം. ശരിക്കും അങ്ങനെ ഒരു വാക്ക് നമുക്ക് കേൾക്കണമെങ്കിൽ അല്ലേ. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചാൽ അപ്പം എന്നെപ്പറ്റി ഞാൻ അവരുടെ കൂടെ അങ്ങനെ പോയി ഇങ്ങനെ പോയി മറ്റേതാ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഞാൻ ചുമ്മാ ഓരോന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെയൊക്കെ വരുവാന്ന് വിചാരിച്ചു, ചേട്ടനോട് ആരെങ്കിലും പറയുവാന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ ഒരു വിശ്വാസമില്ല, ഒരു തരി പോലും വിശ്വാസമില്ല. നീ ആരുടെയും കൂടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു നിന്നെ എനിക്കറിയാം. നിൻ്റെ ഞാൻ കല്യാണം കഴിച്ചുള്ള സ്വഭാവം പോലെ നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. എൻ്റെ മക്കളെ ആ മക്കൾ അമ്മയെക്കുറിച്ച് പറയുന്നതും എനിക്കറിയാം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം എനിക്ക് അങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങൾ വരത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ കാര്യം വെച്ച് ഇങ്ങനെ പറയുന്നതാണ്. ചിലവരുടെയൊക്കെ നമുക്ക് കഷ്ടം തോന്നില്ല ഓരോന്നൊക്കെ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ പറയുന്നതാണ്. അപ്പം എന്നോട് പറഞ്ഞ ഡയലോഗ് ഇതാ, എൻ്റെ പൊന്നു മക്കളെ ചേട്ടൻ എനിക്ക് എപ്പോഴും സപ്പോർട്ട് തന്നെ. എൻ്റെ മക്കളും എനിക്ക് സപ്പോർട്ടാണ്, എൻ്റെ അമ്മയെ സപ്പോർട്ടാണ്, എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ആർക്കും ഒരു ദേഷ്യവും ഒന്നുമില്ല കേട്ടോ. പിന്നെ പുറത്തുള്ളവരുടെ കാര്യം നമുക്കറിയത്തില്ല നമ്മളോട് ദേഷ്യമുണ്ടോ ഇല്ലയോ. നമ്മൾ ആരോടും ഒന്നിനും പോകുന്നില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉള്ളതെന്ന് പറയും. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഭയങ്കര ചിലവരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടോ അവളങ്ങനെ വരട്ടെ അങ്ങനത്തെ പരിപാടി എനിക്കില്ല. ഞാനത് അവിടെ ഇടത്തേ ഉള്ളൂ. ഞാൻ പിന്നെ ദേഷ്യത്തിനൊന്നും വരത്തില്ല. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ചെയ്ത് നോക്കണം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി മുടിയുടെ ടിപ്സ് പറഞ്ഞു തരണമെന്ന്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയാം എൻ്റെ മുടിയുടെ ടിപ്സ്. എന്താണേലും ഞാൻ ഇനി പറഞ്ഞുതരാം എൻ്റെ ചക്കരമുത്തുകൾ കേട്ടോ. നമുക്ക് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും മുടിയല്ല കേട്ടോ, അപ്പുറത്ത് ഇനി കിടപ്പണ്ടേ നല്ലതായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും വീണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണേലും ചെയ്ത് റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടി, നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ, എനിക്ക് കാണാൻ കൊതിയാവുകയാണ് കേട്ടോ. നമുക്ക് എന്നാണേലും കാണണം കേട്ടോ, കുറച്ചുകൂടെ ആവട്ടെ അല്ലേ. എന്താണേലും കാണാം നമുക്ക്. എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ പോസിറ്റീവ് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.